മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ നിങ്ങളോടൊത്ത് വസിക്കട്ടെ. ദൈവം നിങ്ങളെ ഈ ആഴ്ചത്തെ സകല കാര്യങ്ങളിലും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുകയാണ്: അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഒരു കൽപ്പന പൗലോസ്ലീഹ വിശ്വാസികൾക്ക് നൽകുകയാണ്. അത് അലസരായിരിക്കരുത് എന്നുള്ള കൽപ്പനയാണ്. 2, ക്രിസ്തു പാരമ്പര്യത്തിന് ഇണങ്ങാത്ത ശൈലികളും ജീവിതവും നയിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 2 കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരാഴ്ചത്തെ നമ്മുടെ ജീവിതത്തിന് ഈ ഒരു വചനം നമുക്ക് സ്വീകരിക്കാം. അലസത പാടില്ല പ്രിയപ്പെട്ടവരെ. ആത്മീയ മേഖലയിൽ അലസത പാടില്ല, ഭൗതിക മേഖലകളിലും അലസത പാടില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അലസത വരുത്താറില്ലേ? ബലിയർപ്പണങ്ങളിൽ അലസത വരുത്താറില്ലേ? നമ്മുടെ ജപമാല പ്രാർത്ഥനകളിൽ നമ്മൾ അലസത വരുത്താറില്ലേ? അലസത നമുക്ക് പാടില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അലസതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില്, നമ്മുടെ ബലിയർപ്പണങ്ങളില്, നമ്മുടെ ജപമാല പ്രാർത്ഥന, വചനം വായിക്കുന്ന കാര്യങ്ങളില്, ആത്മീയ ജീവിതത്തിന്റെ പല മേഖലകളില് അലസതയോടുകൂടെ നമ്മൾ നടക്കാറുണ്ട്. ഏതെങ്കിലും പ്രാർത്ഥനകളോ ബലിയർപ്പണങ്ങളോ നമ്മൾ മാറ്റിവെക്കാറുണ്ടോ മടിമൂലം എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക മേഖലയിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം, അതില് അലസരായിട്ട് നമ്മൾ നടക്കാറുണ്ടോ? ഒരു ജോലിയും എടുക്കാതെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെ, മറ്റുള്ളവരുടെ ജീവിതത്തെ അറിയാതെ പലപ്പോഴും അലസരായിട്ട് സമയം പാഴാക്കി കളയുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ, പഠനമില്ലാതെ, ജോലി ചെയ്യാതെ, മൊബൈലിലും സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ സമയം കളയുന്നുണ്ടോ? അലസരായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. 2-ാമത്തെ കാര്യമാണ് നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കണം എന്നുള്ളത്. യേശു പാരമ്പര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ബന്ധങ്ങളൊക്കെ, അതിന് യോജിക്കാത്ത ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. നന്മയില്ലാത്തവരുടെ കൂടെ, വിശുദ്ധിയില്ലാത്തവരുടെ കൂടെ, തെറ്റിന്റെ വഴികളിലൂടെ നടക്കുന്നവരുടെ കൂടെ അശുദ്ധമായ ബന്ധങ്ങളിൽ നമ്മൾ പോയി പെടരുത്. നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. മദ്യം കഴിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തെറ്റായ ബന്ധങ്ങളിലൂടെയും തെറ്റായ കാഴ്ചകൾ കണ്ടും തെറ്റായ സംസാരങ്ങളിലൂടെയും ഒക്കെ നടക്കുന്നവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചു അറിയണം. നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമുള്ളതാണ്? നല്ല ബന്ധങ്ങള് നമ്മുടെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും നമ്മളെ വളർത്തുന്നതും ഉയർത്തുന്നതുമായ നല്ല ബന്ധങ്ങള് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഈശോയിൽ നിന്ന്, ഈശോ നൽകിയിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ബന്ധങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിക്കളയണം. അങ്ങനെ ഈ ഒരാഴ്ച അലസതയില്ലാതെ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ച് കൂടുതൽ ബന്ധം ദൈവത്തോട് വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപയാചിച്ച് കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഈ ആഴ്ചത്തെ ഇവരുടെ സകല കാര്യങ്ങളിലേക്ക്, പഠനങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും പിശാചിന്റെ പുത്രകളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ഇവരിൽ നിന്ന് ഇപ്പോൾ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. പൈശാചിക ശക്തിയിൽ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.